നിങ്ങളൊരു നേഴ്സാണോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണോ, നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ജോലിയിൽ ആവശ്യമായിട്ടുള്ള ഏകദേശം 200ഓളം സെൻറ്റൻസുകളാണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങൾ നേഴ്സാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ രോഗിയാണെങ്കിലും അവരെന്താണ് പറയുന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണമല്ലേ. ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നത്. അപ്പം നമുക്ക് ഇതെപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഷെയറും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. പഠിച്ചാൽ മാത്രം മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. പറ്റുന്നത്രയും വിശ്രമിക്കുക. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു 2-3 തവണ പറയുക. അപ്പം നമ്മളിത് പഠിക്കും. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പം നിങ്ങൾ പറയും, സാറേ ഇതൊക്കെ വളരെ നിസ്സാര കാര്യമുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നില്ലേ, കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാമെന്നില്ലേ. സത്യം അറിയാം, പക്ഷെ നമ്മളിത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ മറന്നു പോകും. അത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന അല്ലേ. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ദയവായി നിങ്ങളുടെ ഈ മരുന്ന് വെള്ളം ഉപയോഗിച്ച് കുടിക്കണം. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ വിത്ത് വാട്ടർ. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ വിത്ത് വാട്ടർ. വൺ മോർ ടൈം, ഒന്നുകൂടെ പറയാം. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ വിത്ത് വാട്ടർ. കഠിനമായിട്ടുള്ള ജോലികളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. പ്ലീസ് അവോയ്ഡ് ഹാർഡ് ആക്ടിവിറ്റീസ്. പ്ലീസ് അവോയ്ഡ് ഹാർഡ് ആക്ടിവിറ്റീസ്. പ്ലീസ് അവോയ്ഡ് ഹാർഡ് ആക്ടിവിറ്റീസ്. നിങ്ങൾ നല്ല സമീകൃത ആഹാരം കഴിക്കണം കേട്ടോ. പ്ലീസ് ഫോളോ എ ബാലൻസ്ഡ് ഡയറ്റ്. പ്ലീസ് ഫോളോ എ ബാലൻസ്ഡ് ഡയറ്റ്. പ്ലീസ് ഫോളോ എ ബാലൻസ്ഡ് ഡയറ്റ്. നിങ്ങളുടെ മുറിവ് വൃത്തിയായിട്ട് ഉണങ്ങിയ രീതി വെക്കണം കേട്ടോ. പ്ലീസ് കീപ് യുവർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. പ്ലീസ് കീപ് യുവർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. ഒന്നുകൂടെ പറയാം. പ്ലീസ് കീപ് യുവർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. നടക്കുമ്പോൾ ക്രച്ചസ് ഉപയോഗിക്കണം. ക്രച്ചസ് എങ്ങനെ പറയാം? പ്ലീസ് യൂസ് ദ ക്രച്ചസ് വെൻ വാക്കിംഗ്. പ്ലീസ് യൂസ് ദ ക്രച്ചസ് വെൻ വാക്കിംഗ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. പ്ലീസ് യൂസ് ദ ക്രച്ചസ് വെൻ വാക്കിംഗ്. നീര് കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങളുടെ കാൽ എപ്പോഴും പൊക്കി വെക്കണം. പ്ലീസ് എലവേറ്റ് യുവർ ലെഗ് ടു റിഡ്യൂസ് സ്വെല്ലിംഗ്. പ്ലീസ് എലവേറ്റ് യുവർ ലെഗ് ടു റിഡ്യൂസ് സ്വെല്ലിംഗ്. നിങ്ങളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ നില എപ്പോഴും നോക്കണം. നമ്മൾ പറയത്തില്ല, നമുക്ക് ഷുഗർ ആണെങ്കിൽ നമ്മളോട് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പ്ലീസ് മോണിറ്റർ യുവർ ബ്ലഡ് ഷുഗർ ലെവൽസ് ഓൾ ദ ടൈം. ഒന്നുകൂടെ. പ്ലീസ് മോണിറ്റർ യുവർ ബ്ലഡ് ഷുഗർ ലെവൽസ് ഓൾ ദ ടൈം. പ്ലീസ് മോണിറ്റർ യുവർ ബ്ലഡ് ഷുഗർ ലെവൽസ് ഓൾ ദ ടൈം. ഇനിയിപ്പോൾ നമ്മളൊരു വാക്ക് പഠിക്കുന്നതിന് പകരം നമ്മളൊരു വാക്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് ചില വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നി ഓക്കെ ഇത് ഞാൻ എന്നും ഉപയോഗിക്കുന്നതാണല്ലോ, എന്നും അത്യാവശ്യമുള്ളതാണല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എഴുതി പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ പോക്കറ്റിലിടുക. ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് അതെടുത്ത് മറിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മളിത് 10 തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് ഭാഷ അങ്ങനെയാണ് പഠിക്കുന്നത്. എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. പ്ലീസ് റിപ്പോർട്ട് എനി സൈഡ് എഫക്ട്സ് ഇമ്മീഡിയറ്റ്ലി. പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. പ്ലീസ് റിപ്പോർട്ട് എനി സൈഡ് എഫക്ട്സ് ഇമ്മീഡിയറ്റ്ലി. നീര് കുറയ്ക്കാൻ വേണ്ടി ഐസ് വെക്കണം കേട്ടോ. പ്ലീസ് അപ്ലൈ ഐസ് ടു റിഡ്യൂസ് സ്വെല്ലിംഗ്. അപ്പം നമുക്ക് എന്ത് നീരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് രക്തം ഒരുപാട് ഒരു മുറിവിൽ നിന്ന് ഒഴുകുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളോട് ഐസ് വെക്കാൻ പറയും അല്ലേ. അപ്പം നമുക്ക് പറയാം അപ്ലൈ ഐസ് ടു റിഡ്യൂസ് സ്വെല്ലിംഗ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് മരുന്ന് കഴിക്കണം കേട്ടോ. ഇന്ന് രാവിലെ 8 മണിക്ക് കഴിച്ചു, നാളെ ആകുമ്പോൾ 11 മണിക്ക് കഴിക്കണം. അങ്ങനെയല്ല, ഒരേ സമയത്ത് നിങ്ങൾ കഴിക്കണം. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. ഒന്നുകൂടെ പറയാം. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. അപ്പോഴേ വെള്ളമടിയും പോകുകയൊന്നും വേണ്ട കേട്ടോ ഇത് മരുന്ന് കഴിക്കുന്ന സമയത്ത്. പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഈ കെട്ട് എന്നും മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രസ്സിങ് എന്നും മാറ്റണം കേട്ടോ. പ്ലീസ് ചേഞ്ച് യുവർ ഡ്രസ്സിങ് ഡെയിലി അല്ലെങ്കിൽ എവ്രി ഡേ. പ്ലീസ് ചേഞ്ച് യുവർ ഡ്രസ്സിങ് ഡെയിലി. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കണം കേട്ടോ. പ്ലീസ് ലിമിറ്റ് യുവർ സോൾട്ട് ഇൻടേക്ക്. പ്ലീസ് ലിമിറ്റ് യുവർ സോൾട്ട് ഇൻടേക്ക്. ഒന്നുകൂടെ പറയാം. പ്ലീസ് ലിമിറ്റ് യുവർ സോൾട്ട് ഇൻടേക്ക്. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അതിപ്പം രോഗികളല്ല, എല്ലാവരോടും പറഞ്ഞ കാര്യമല്ലേ. നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ കട്ടിലേക്ക് കിടക്കുമ്പോഴായിരിക്കും സമയം കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. പ്ലീസ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. പ്ലീസ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം കേട്ടോ. പ്ലീസ് ഡു എക്സസൈസസ് എവ്രി ഡേ.
പ്ലീസ് ഡു എക്സസൈസസ് എവ്രി ഡേ. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നു അപ്പോഴേ എൻ്റെ വണ്ണം കുറഞ്ഞു മെലിഞ്ഞു പോയി. സത്യത്തിൽ ഇതുകൊണ്ടാണ്. നമുക്കൊന്നുകൂടെ പറയാം, പ്ലീസ് ഡു എക്സസൈസസ് എവ്രി ഡേ. ഭാരം കൂടിയ വസ്തുക്കൾ പൊക്കരുത് കേട്ടോ. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. ഒന്നുകൂടെ പറയാം, പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. എല്ലാ ദിവസവും രാവിലെ ഒരു ഗുളിക കഴിക്കണം കേട്ടോ. പ്ലീസ് ടേക്ക് 1 pill എവ്രി മോർണിംഗ്, അല്ലെങ്കിൽ 1 ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പില്ലെന്ന് പറയാം, പല രീതി നമുക്ക് പറയാം അല്ലേ. പ്ലീസ് ടേക്ക് 1 pill എവ്രി മോർണിംഗ്. പറഞ്ഞതിൽ കൂടുതൽ മരുന്ന് കഴിക്കരുത് കേട്ടോ. നമുക്കിപ്പം ഒരു മരുന്ന് 6 കഴിക്കാൻ വേണ്ടി തന്നു, അപ്പോൾ 6 ദിവസമായിട്ട് കഴിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗം പോകും ഇല്ലേ. അപ്പോൾ 6 ദിവസം 6 ദിവസം കൊണ്ടാണ് കഴിക്കുന്നത്. അതാണ് പറഞ്ഞത്. പ്ലീസ് ഡു നോട്ട് എക്സീഡ് ദ റെക്കമെൻഡഡ് ഡോസ്. പ്ലീസ് ഡു നോട്ട് എക്സീഡ് ദ റെക്കമെൻഡഡ് ഡോസ്. നിങ്ങളുടെ മരുന്ന് തണുത്ത ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കണം. പ്ലീസ് സ്റ്റോർ യുവർ മെഡിക്കേഷൻ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ്. പ്ലീസ് സ്റ്റോർ യുവർ മെഡിക്കേഷൻ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ്. ആൻറ്റിബയോട്ടിക് മൊത്തം കഴിക്കണേ. ഫിനിഷ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 3 കഴിച്ച് കഴിയുമ്പം രോഗം പോയി എന്നാൽ നിർത്തിയേക്കത്. അങ്ങനല്ലല്ലോ, ഡോക്ടർ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ പ്ലീസ് ഫിനിഷ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. നിങ്ങളുടെ മരുന്ന് ഭക്ഷണത്തോടൊപ്പം വേണം കഴിക്കാൻ. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ വിത്ത് ഫുഡ്. എന്നോട് പറയാം, പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ വിത്ത് ഫുഡ്. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ വിത്ത് ഫുഡ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് ബോട്ടിൽ നന്നായിട്ട് കുലുക്കുക. പ്ലീസ് ഷേക്ക് ദ ബോട്ടിൽ ബിഫോർ യൂസ്. പ്ലീസ് ഷേക്ക് ദ ബോട്ടിൽ ബിഫോർ യൂസ്. പ്ലീസ് ഷേക്ക് ദ ബോട്ടിൽ ബിഫോർ യൂസ്. മരുന്ന് കഴിക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം ഒഴിവാക്കണം കേട്ടോ. പ്ലീസ് അവോയ്ഡ് ലൈം ജ്യൂസ് വൈൽ ഓൺ ദിസ് മെഡിക്കേഷൻ. അപ്പം നിങ്ങൾ പറയും, ഇതെന്ത് സാർ പറഞ്ഞു, ഇങ്ങനെ പറയാറില്ലല്ലോ അല്ലേ. ഇങ്ങനെ പറയണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ നോക്കണ്ടേ, അതിനാണ് പഠിപ്പിക്കുന്നത്. ഇതിപ്പം നാരങ്ങ വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ ജ്യൂസ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. അപ്പം നമുക്ക് ഇത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കൊക്കക്കോള ആകാം, ഫാസ്റ്റ് ഫുഡ് ആകാം. നിങ്ങൾ അവിടെ ജസ്റ്റ് അതങ്ങ് ആഡ് ചെയ്താൽ മതി അല്ലേ. പ്ലീസ് അവോയ്ഡ് ലൈം ജ്യൂസ് വൈൽ ഓൺ ദിസ് മെഡിക്കേഷൻ. പ്ലീസ് അവോയ്ഡ് ലൈം ജ്യൂസ് വൈൽ ഓൺ ദിസ് മെഡിക്കേഷൻ. ഈ മരുന്ന് വെറും വയറ്റിൽ കഴിക്കണം കേട്ടോ. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ഓൺ ആൻ എംപ്റ്റി സ്റ്റമക്ക്. എന്നൂടെ പറയാം, പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ഓൺ ആൻ എംപ്റ്റി സ്റ്റമക്ക്. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ഓൺ ആൻ എംപ്റ്റി സ്റ്റമക്ക്. ഇൻഹേലർ ഡോക്ടർ പറഞ്ഞതുപോലെ ഉപയോഗിക്കണം കേട്ടോ. പ്ലീസ് യൂസ് ദ ഇൻഹേലർ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് യൂസ് ദ ഇൻഹേലർ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്രശ്നമുള്ള സ്ഥലത്ത് ഈ ഓയിൻമെൻറ്റ് പുരട്ടണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ എന്തായാലും നീര് വെച്ചിരിക്കുന്നോ അല്ലെങ്കിൽ മുറിഞ്ഞ് എന്തെങ്കിലും ആകട്ടെ, ആ സ്ഥലത്ത് നമ്മളിത് പുരട്ടണമെന്ന് എങ്ങനെ പറയാം? പ്ലീസ് അപ്ലൈ ദിസ് ഓയിൻമെൻറ്റ് ടു ദ അഫക്റ്റഡ് ഏരിയ. അല്ലെങ്കിൽ അപ്ലൈ എന്നുള്ള പറയുന്നതിന് പകരമായിട്ട് നമ്മളെപ്പോഴും പ്ലീസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്ലീസ് അപ്ലൈ ദിസ് ഓയിൻമെൻറ്റ്. ഈ ഓയിൻമെൻറ്റ്, ആ ഓയിൻമെൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ആ ഓയിൻമെൻറ്റ് എന്നുള്ള അർത്ഥത്തിന്, അല്ലെങ്കിൽ ഇതെന്നുള്ള പ്രത്യേകിച്ച് പറയണം, ദിസ് ഓയിൻമെൻറ്റ്. പ്ലീസ് അപ്ലൈ ദിസ് ഓയിൻമെൻറ്റ് ടു ദ അഫക്റ്റഡ് ഏരിയ. മരുന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആരോടും പറയണ്ട കേട്ടോ. ഇപ്പോൾ ചാണക്യനീതി എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ അകത്തും പറയുന്നുണ്ട്, നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ. പക്ഷേ അതല്ല കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ രോഗത്തെപ്പറ്റി, ഈ മരുന്നിനെ പറ്റി ആരോടും പറയണ്ട. എങ്ങനെ പറയാം നമുക്ക്? പ്ലീസ് ഡോണ്ട് ഷെയർ മെഡിക്കേഷൻ വിത്ത് അതേഴ്സ്. പ്ലീസ് ഡു നോട്ട്, അല്ലെങ്കിൽ ഡോണ്ട്. Please do not share your medication with others. Please don't share your medication with others. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ മരുന്ന് കഴിക്കുക. Please take your medication 1 hour before meals. Please take your medication 1 hour before meals. ഒരു ഗ്ലാസ് മുഴുവൻ വെള്ളത്തിൽ വേണം കേട്ടോ ഇത് കുടിക്കാൻ. നമ്മൾ ഇച്ചിരി കുടിച്ചിട്ട് കാര്യമില്ല, മൊത്തം 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. Please take your medication with a full glass of water. Please take your medication with a full glass of water. ഈ ഗുളിക മുഴുവനായിട്ട് വിഴുങ്ങുക, പൊടിക്കുക അല്ലെങ്കിൽ ചവയ്ക്കുക ഒന്നും ചെയ്യരുത്. എങ്ങനെ പറയാം? Swallow the pill whole, do not crush or chew. Swallow the pill whole, do not crush or chew. ഈ ക്രീം നന്നായി ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി വൃത്തിയാക്കിയതിന് ശേഷം വേണം പുരട്ടാൻ. നമുക്കെങ്ങനെ പറയാം? Please apply this cream to ക്ലീൻ ആൻഡ് ഡ്രൈ സ്കിൻ. അപ്പം നമ്മുടെ തൊലി നന്നായിട്ട് ഉണങ്ങി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് പെട്ടോ അല്ലേ. പ്ലീസ് അപ്ലൈ ദിസ് ക്രീം ടു ക്ലീൻ ഡ്രൈ സ്കിൻ. ഡോക്ടർ പറഞ്ഞ പോലെ ഈ മരുന്ന് കണ്ണിൽ ഒഴിക്കണം കേട്ടോ. പ്ലീസ് യൂസ് ദ ഐ ഡ്രോപ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്.
പ്ലീസ് യൂസ് ദ ഐ ഡ്രോപ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്. ഇൻഹേലർ കഴിച്ചതിന് ശേഷം വാ കഴുകണം. പ്ലീസ് റിൻസ് യുവർ മൗത്ത് ആഫ്റ്റർ യൂസിങ് ദ ഇൻഹേലർ. പ്ലീസ് റിൻസ് യുവർ മൗത്ത് ആഫ്റ്റർ യൂസിങ് ദി ഇൻഹേലർ. നിങ്ങളുടെ മരുന്ന് മറ്റ് മരുന്നുകളുമായിട്ട് കലർത്തി ഒന്നിച്ച് കഴിക്കരുത് കേട്ടോ. പ്ലീസ് ഡു നോട്ട് മിക്സ് യുവർ മെഡിക്കേഷൻ വിത്ത് അതർ ഡ്രഗ്സ്. പ്ലീസ് ഡു നോട്ട് മിക്സ് യുവർ മെഡിക്കേഷൻ വിത്ത് അതർ ഡ്രഗ്സ്. ശസ്ത്രക്രിയ കഴിഞ്ഞ സ്ഥലം വൃത്തിയായിട്ട് ഉണങ്ങിയ രീതി വെക്കണം കേട്ടോ. പ്ലീസ് കീപ് ദ സർജിക്കൽ സൈറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. ഒന്നുകൂടെ പറയാം. പ്ലീസ് കീപ് ദ സർജിക്കൽ സൈറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. പ്ലീസ് കീപ് ദ സർജിക്കൽ സൈറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. നിങ്ങളുടെ തുന്നലുകൾ നീക്കുന്നത് വരെ കുളിക്കുന്നത് ഒഴിവാക്കണം. Please avoid bathing until your stitches are removed. Please avoid bathing until your stitches are removed. വേദന സംഹാരികൾ ഡോക്ടർ പറഞ്ഞ പോലെ കഴിക്കണം കേട്ടോ. പ്ലീസ് ടേക്ക് പെയിൻ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പ്ലീസ് ടേക്ക് പെയിൻ കില്ലേഴ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്. പറ്റുന്ന അത്രയും വിശ്രമിക്കണം കേട്ടോ. പ്ലീസ് ടേക്ക് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ടേക്ക് റെസ്റ്റ് വേണമെങ്കിൽ പറയാം, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. അണുബാധ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണണം കേട്ടോ. പ്ലീസ് മീറ്റ് ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി ഇഫ് യു സീ എനി സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. പ്ലീസ് മീറ്റ് ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി ഇഫ് യു സീ എനി സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. 6 ആഴ്ച വരെ ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ് ഫോർ 6 വീക്സ്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ് ഫോർ 6 വീക്സ്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ് ഫോർ 6 വീക്സ്. 2 ആഴ്ചയ്ക്ക് ശേഷം ഡോക്ടറിനെ വന്ന് കാണണം കേട്ടോ. പ്ലീസ് ഫോളോ അപ്പ് വിത്ത് യുവർ ഡോക്ടർ ഇൻ 2 വീക്സ്. പ്ലീസ് ഫോളോ അപ്പ് വിത്ത് യുവർ ഡോക്ടർ ഇൻ 2 വീക്സ്. അയഞ്ഞ വസ്ത്രങ്ങൾ, അയഞ്ഞ ഉടുപ്പ് വേണം കേട്ടോ ഇടാൻ. Please wear loose fitting clothing. Please wear loose fitting clothing. ഡോക്ടർ പറയുന്നത് വരെ വാഹനം ഓടിക്കരുത്, വണ്ടി ഓടിക്കരുത് കേട്ടോ. പ്ലീസ് അവോയ്ഡ് ഡ്രൈവിംഗ് അൺടിൽ ക്ലിയർഡ് ബൈ യുവർ ഡോക്ടർ. പ്ലീസ് അവോയ്ഡ് ഡ്രൈവിംഗ് അൺടിൽ ക്ലിയർഡ് ബൈ യുവർ ഡോക്ടർ. പുക വലിക്കരുത് കേട്ടോ, കാരണം ഇത് മുറി ഉണങ്ങാൻ വേണ്ടി താമസിപ്പിക്കും. പ്ലീസ് ഡു നോട്ട് സ്മോക്ക് ആസ് ഇറ്റ് ക്യാൻ സ്ലോ ഹീലിംഗ്. പ്ലീസ് ഡു നോട്ട് സ്മോക്ക് ആസ് ഇറ്റ് ക്യാൻ സ്ലോ ഹീലിംഗ്. ചോര കട്ട പിടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ചെറുതായിട്ടൊക്കെ നടക്കണം കേട്ടോ. പ്ലീസ് ടേക്ക് ഷോർട്ട് വാക്സ് ടു പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ട്സ്. പ്ലീസ് ടേക്ക് ഷോർട്ട് വാക്സ് ടു പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ട്സ്. നീര് കുറയ്ക്കാൻ വേണ്ടി ഐസ് വെക്കണം കേട്ടോ. പ്ലീസ് അപ്ലൈ ഐസ് പാക്സ് ടു റിഡ്യൂസ് സ്വെല്ലിംഗ്. പ്ലീസ് അപ്ലൈ ഐസ് പാക്സ് ടു റിഡ്യൂസ് സ്വെല്ലിംഗ്. വേദന സംഹാരം കഴിക്കുമ്പോൾ വെള്ളം അടിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ മദ്യപിക്കരുത്. പ്ലീസ് ഡു നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ വൈൽ ഓൺ പെയിൻ മെഡിക്കേഷൻ, അല്ലെങ്കിൽ വൈൽ ഓൺ പെയിൻ കില്ലേഴ്സ്. പ്ലീസ് ഡു നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ വൈൽ ഓൺ പെയിൻ മെഡിക്കേഷൻ, വൈൽ ഓൺ പെയിൻ കില്ലേഴ്സ്. ഡോക്ടർ പറഞ്ഞ ഭക്ഷണം മാത്രം കഴിക്കണം കേട്ടോ. പ്ലീസ് ഫോളോ ദ സ്പെസിഫിക് ഡയറ്റ് യുവർ ഡോക്ടർ റെക്കമെൻഡഡ്. പ്ലീസ് ഫോളോ ദ സ്പെസിഫിക് ഡയറ്റ് യുവർ ഡോക്ടർ റെക്കമെൻഡഡ്. മുറിവ് പൂർണ്ണമായിട്ട് കരിയുന്നത് വരെ നീന്തരുത് കേട്ടോ. പ്ലീസ് അവോയ്ഡ് സ്വിമ്മിങ് അൺടിൽ ഫുള്ളി ഹീൽഡ്. പ്ലീസ് അവോയ്ഡ് സ്വിമ്മിങ് അൺടിൽ ഫുള്ളി ഹീൽഡ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും, ഇതിപ്പോൾ എന്തേരം വാക്യങ്ങളാണ് സാറ് പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നുമില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെയാണ് പഠിക്കുന്നത്. ഡോക്ടറെ കൃത്യമായിട്ട് വന്ന് കാണണം കേട്ടോ. പ്ലീസ് കീപ്പ് യുവർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്. പ്ലീസ് കീപ്പ് യുവർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്. ഉപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കണം കേട്ടോ. പ്ലീസ് ഫോളോ എ ലോ സോഡിയം ഡയറ്റ്. പ്ലീസ് ഫോളോ എ ലോ സോഡിയം ഡയറ്റ്. പ്ലീസ് ഫോളോ എ ലോ സോഡിയം ഡയറ്റ്. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം കേട്ടോ. പ്ലീസ് ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. Please eat more fruits and vegetables. Please eat more fruits and vegetables. പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കണം. ഈ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പം പാക്കറ്റ് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന കടയിൽ നിന്നുള്ളത്, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പ്ലീസ് ലിമിറ്റ് യുവർ ഇൻടേക്ക് ഓഫ് പ്രോസസ്ഡ് ഫുഡ്സ്. പ്ലീസ് ലിമിറ്റ് യുവർ ഇൻടേക്ക് ഓഫ് പ്രോസസ്ഡ് ഫുഡ്സ്. ദിവസവും കുറഞ്ഞ് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ. പ്ലീസ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ,
അല്ലെങ്കിൽ എവറി ഡേ. പ്ലീസ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 8 glasses of water every day. കഫീൻ മധുരമുള്ള പാനീയങ്ങൾ ഒഴിവാക്കണം. കഫീൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ കാപ്പിയൊക്കെ കുടിക്കുക, അതിനകത്ത് കഫീൻ ഉണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് കഫീൻ ആൻഡ് ഷുഗറി ഡ്രിങ്ക്സ്. ഷുഗറി ഡ്രിങ്ക്സ് മധുരമുള്ള പാനീയങ്ങളെ അതൊക്കെ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് കഫീൻ ആൻഡ് ഷുഗറി ഡ്രിങ്ക്സ്. ചിക്കനും മീനും പോലുള്ള പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പ്ലീസ് ഈറ്റ് ലീൻ പ്രോട്ടീൻസ് ലൈക്ക് ചിക്കൻ ആൻഡ് ഫിഷ്. പ്ലീസ് ഈറ്റ് ലീൻ പ്രോട്ടീൻസ് ലൈക്ക് ചിക്കൻ ആൻഡ് ഫിഷ്. ഈ നമ്മുടെ പോത്ത് അല്ലെങ്കിൽ ആട് ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പറയുന്നത് റെഡ് മീറ്റ് എന്നാണ് പൊതുവെ പറയുന്നത്. അത് ഉപയോഗം കുറയ്ക്കണം. പ്ലീസ് റിഡ്യൂസ് യുവർ ഇൻടേക്ക് ഓഫ് റെഡ് മീറ്റ്. പ്ലീസ് റിഡ്യൂസ് യുവർ ഇൻടേക്ക് ഓഫ് റെഡ് മീറ്റ്. നിങ്ങളുടെ ഡയറ്റിൽ മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. അതായത് പോളിഷ്ഡ് ആയിട്ടുള്ളതല്ല, മുഴുവനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ കുത്തിരി പോലുള്ള സാധനങ്ങളുണ്ടല്ലോ. ഈ കുത്തിരി തന്നെ അതിൻ്റെ മുകളിലത്തെ ഇത് കളഞ്ഞിട്ട് നമുക്ക് വെള്ളം നിറച്ച് കിട്ടും. അതല്ലാതുള്ളത് അതാണ് പറയുന്നത് ഹോൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഇൻക്ലൂഡ് ഹോൾ ഗ്രെയിൻസ് ഇൻ യുവർ ഡയറ്റ്. പ്ലീസ് ഇൻക്ലൂഡ് ഓൾ ഗ്രെയിൻ ഇൻ യുവർ ഡയറ്റ്. പൊരിച്ചതും എണ്ണയായിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് ഫ്രൈഡ് ആൻഡ് ഗ്രീസി ഫുഡ്സ്. പ്ലീസ് അവോയ്ഡ് ഫ്രൈഡ് ആൻഡ് ഗ്രീസി ഫുഡ്സ്. മദ്യപാനം കുറയ്ക്കണം കേട്ടോ. പ്ലീസ് ലിമിറ്റ് യുവർ ആൽക്കഹോൾ കൺസംഷൻ. പ്ലീസ് ലിമിറ്റ് യുവർ ആൽക്കഹോൾ കൺസംഷൻ. കുറച്ച് ഭക്ഷണം പക്ഷെ കൂടുതൽ തവണ കഴിക്കണം കേട്ടോ. ഇപ്പം നമ്മളിപ്പം വെയിറ്റ് കുറയാൻ വേണ്ടിയും പറയുന്നൊരു കാര്യമാണ് അല്ലേ. നിങ്ങൾ ഭക്ഷണം കുറച്ച് കഴിക്കുക, പക്ഷേ നമ്മൾ കൂടുതൽ തവണ കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എനർജി ലെവലൊക്കെ ഒരുപോലെ നിൽക്കുക, അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടത്തില്ല. അതൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പ്ലീസ് ഈറ്റ് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ്. ചെറുതായിട്ടുള്ള പക്ഷെ കൂടുതൽ തവണ കഴിക്കണം. ഇപ്പോൾ വെയിറ്റ് കുറയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണല്ലേ അത്. പ്ലീസ് ഈറ്റ് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ്. കുറഞ്ഞ കൊഴുപ്പുള്ള അല്ലെങ്കിൽ കൊഴുപ്പില്ലാത്ത പാലുൽപ്പന്നങ്ങൾ കഴിക്കണം കേട്ടോ. പ്ലീസ് ചൂസ് ലോ ഫാറ്റ് ഓർ ഫാറ്റ് ഫ്രീ ഡയറി പ്രോഡക്ട്സ്. പ്ലീസ് ചൂസ് ലോ ഫാറ്റ് ഓർ ഫാറ്റ് ഫ്രീ ഡയറി പ്രോഡക്ട്സ്. നാരുകളുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ. പ്ലീസ് ഇൻക്രീസ് യുവർ ഫൈബർ ഇൻടേക്ക്. നാരുകളുള്ള ഭക്ഷണം കഴിക്കണം. പ്ലീസ് ഇൻക്രീസ് യുവർ ഫൈബർ ഇൻടേക്ക്. കൂടിയ പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് ഫുഡ്സ് ഹൈ ഇൻ ഷുഗർ. പ്ലീസ് അവോയ്ഡ് ഫുഡ്സ് ഹൈ ഇൻ ഷുഗർ. എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. പ്ലീസ് മോണിറ്റർ യുവർ പോർഷൻ സൈസസ്. അപ്പോൾ നമ്മളിപ്പം അത് തന്നെ നമ്മൾ വെയിറ്റ് കുറയാനുള്ള ഒരു മാർഗ്ഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ വലിച്ചു വാരി കഴിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള കുറച്ചും ഉപ്പേരി അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയത്തില്ല നമ്മൾ എന്തായാലും കഴിക്കുന്നത് എന്നുള്ളത് അല്ലേ. അതാണ് പ്ലീസ് മോണിറ്റർ യുവർ പോർഷൻ സൈസസ്. കൂടിയ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് ഹൈ കൊളസ്ട്രോൾ ഫുഡ്സ്. പ്ലീസ് അവോയ്ഡ് ഹൈ കൊളസ്ട്രോൾ ഫുഡ്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള മീൻ പോലുള്ള ഭക്ഷണം കഴിക്കണം. അപ്പം മീനിൻ്റെ അകത്തുള്ള നമ്മൾ മീൻ എണ്ണയ്ക്കകത്ത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ നല്ലതാണ് ശരീരത്തിന് അല്ലേ. മസിൽ ഗെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ റിക്കവറിക്കും ഒക്കെ നല്ലതാണ്. ബുദ്ധിക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്ക് തുടക്കത്തിലൂടെ നിങ്ങൾ ഡോക്ടറിനോട് ചോദിക്കണം. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞോളൂ. പ്ലീസ് ഈറ്റ് ഫുഡ്സ് റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ലൈക്ക് ഫിഷ്. പ്ലീസ് ഈറ്റ് ഫുഡ്സ് റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ലൈക്ക് ഫിഷ്. നിങ്ങളുടെ ഡോക്ടർ നൽകിയ പ്രത്യേക ഭക്ഷണ നിയന്ത്രണങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ തീർച്ചയായിട്ടും പാലിക്കണം. പ്ലീസ് ഫോളോ എനി സ്പെസിഫിക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഗിവൺ ബൈ യുവർ ഡോക്ടർ. പ്ലീസ് ഫോളോ എനി സ്പെസിഫിക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഗിവൺ ബൈ യുവർ ഡോക്ടർ. എല്ലാ ദിവസവും കുറഞ്ഞ 30 മിനിറ്റ് നടക്കണം. പ്ലീസ് വാക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ. പ്ലീസ് വാക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ അല്ലെങ്കിൽ എവറി ഡേ. കൂടുതൽ ആയാസമുള്ള കളികളിൽ പങ്കെടുക്കാതിരിക്കുക. നമ്മൾ ഇപ്പോൾ ഫുട്ബോൾ പോലുള്ള നമുക്ക് ഒത്തിരി ആയാസമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാതിരിക്കുക. പ്ലീസ് ഡു നോട്ട് എൻഗേജ് ഇൻ ഹൈ ഇമ്പാക്ട് സ്പോർട്സ്. പ്ലീസ് ഡു നോട്ട് എൻഗേജ് ഇൻ ഹൈ ഇമ്പാക്ട് സ്പോർട്സ് അല്ലെങ്കിൽ ഡു നോട്ട് പ്ലേ. പ്ലീസ് അവോയ്ഡ് സ്റ്റാൻഡിങ് ഫോർ ലോങ് പീരിയഡ്സ്. ഒരുപാട് സമയം നിൽക്കാതിരിക്കുക. പ്ലീസ് അവോയ്ഡ് സ്റ്റാൻഡിങ് ഫോർ ലോങ് പീരിയഡ്സ്. വ്യായാമത്തിന് മുമ്പ് ശേഷവും കൈകാലുകളൊക്കെ നമ്മൾ നീട്ടുക, നിവർത്തുക, സ്ട്രെച്ചിങ് എന്നാണ് പറഞ്ഞല്ലേ. പ്ലീസ് സ്ട്രെച്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സസൈസിങ്. പ്ലീസ് സ്ട്രെച്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സസൈസിങ്. ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും വിശ്രമിക്കണം. പ്ലീസ് റെസ്റ്റ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് റെസ്റ്റ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്.
പ്ലീസ് റെസ്റ്റ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്. പ്ലീസ് ടേക്ക് റെസ്റ്റ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് പതുക്കെ പതുക്കെ കൂട്ടണം. പ്ലീസ് ഗ്രാജുവലി ഇൻക്രീസ് യുവർ ആക്ടിവിറ്റി ലെവൽ. ഗ്രാജുവലി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മസിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു ഡമ്പൽ എടുത്തിട്ട് 1000 തവണ എടുക്കുകയാണെങ്കിൽ നമ്മൾ താഴെ പോകില്ലേ. പക്ഷെ നമ്മൾ ഗ്രാജുവലായിട്ട് വേണം ഇൻക്രീസ് ചെയ്യാൻ. ഇതെൻ്റെ സുഹൃത്ത്, എൻ്റെ മനോജ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, പുള്ളി ചെയ്തൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഏതോ സിനിമ കണ്ടിട്ട് അന്ന് ഇപ്പം തന്നെ മസിൽ കൂട്ടിയേക്കാന്നുണ്ട്. 10-15 കിലോ ഡമ്പലെടുത്ത് പ്രയോഗിച്ചു. 1000 തവണ എങ്ങാണ്ട് പുള്ളി എടുത്തു. എന്നാൽ പിറ്റേ ദിവസം പനിയും പിടിച്ചു. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. പ്ലീസ് ഗ്രാജുവലി ഇൻക്രീസ് യുവർ ആക്ടിവിറ്റി ലെവൽസ്. ഒരുപാട് ആയാസം എടുക്കരുത്. പ്ലീസ് ഡു നോട്ട് സ്ട്രെയിൻ ടു മച്ച്. പ്ലീസ് ഡു നോട്ട് സ്ട്രെയിൻ ടു മച്ച്. പ്ലീസ് ഡു നോട്ട് സ്ട്രെയിൻ ടു മച്ച്. വേദന ഉണ്ടാകുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുക. പ്ലീസ് അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് പെയിൻ. പ്ലീസ് അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് പെയിൻ. ആവശ്യമുള്ളപ്പം സഹായ ഉപകരണങ്ങൾ, ഇപ്പം നമുക്ക് നടക്കാൻ വേണ്ടി, കുത്തി നടക്കാൻ വേണ്ടി വടിയോ അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള അങ്ങനെയുള്ള ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. പ്ലീസ് യൂസ് അസിസ്റ്റീവ് ഡിവൈസസ് ആസ് നീഡഡ്. പ്ലീസ് യൂസ് അസിസ്റ്റീവ് ഡിവൈസസ് ആസ് നീഡഡ്. പറഞ്ഞ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. പ്ലീസ് ഫോളോ യുവർ എക്സസൈസ് പ്രോഗ്രാം. പ്ലീസ് ഫോളോ യുവർ എക്സസൈസ് പ്രോഗ്രാം. പറ്റുമെങ്കിൽ പടികൾ കയറുന്നത് ഒഴിവാക്കുക. പ്ലീസ് അവോയ്ഡ് സ്റ്റെയർസ് ഇഫ് പോസിബിൾ. പ്ലീസ് അവോയ്ഡ് സ്റ്റെയർസ് ഇഫ് പോസിബിൾ. പ്ലീസ് അവോയ്ഡ് സ്റ്റെയർസ് ഇഫ് പോസിബിൾ. പറ്റുമെങ്കിൽ കൈപ്പിടികളിൽ പിടിച്ച് നടക്കുക. അപ്പോൾ കൈപ്പിടി ഉണ്ടല്ലോ, ഹാൻഡ് റെയിൽസ് എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ, അതിൽ പിടിച്ച് നടക്കണം. പ്ലീസ് യൂസ് ഹാൻഡ് റെയിൽസ് വെൻ അവൈലബിൾ. പ്ലീസ് യൂസ് ഹാൻഡ് റെയിൽസ് വെൻ അവൈലബിൾ. അല്ലെങ്കിൽ നമ്മൾ വീഴാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. വ്യായാമവും വിശ്രമവും കൃത്യമായിട്ട് ചെയ്യണം. പ്ലീസ് ബാലൻസ് യുവർ എക്സസൈസ് വിത്ത് റെസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. പ്ലീസ് ബാലൻസ് യുവർ എക്സസൈസ് വിത്ത് റെസ്റ്റ്. ക്ഷീണം ഒഴിവാക്കാൻ ഇടയ്ക്ക് വിശ്രമിക്കണം. പ്ലീസ് ടേക്ക് ബ്രേക്സ് ടു അവോയ്ഡ് ഫറ്റീഗ്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തളർച്ച, ക്ഷീണം എന്നൊക്കെ പറയാം അല്ലേ. പ്ലീസ് ടേക്ക് ബ്രേക്സ് ടു അവോയ്ഡ് ഫറ്റീഗ്. യോഗ പോലെ ആയാസം കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ ചില യോഗ എല്ലാം ചെയ്ത് ഭയങ്കര ആയാസമാണ്, അതല്ല ഇവിടെ ഉദ്ദേശിച്ച്. സിമ്പിളായിട്ടുള്ളല്ലേ. ഇപ്പോൾ ശവാസനം പോലുള്ള ഉണ്ടല്ലോ, ചുമ്മാ കിടന്നുറങ്ങിയാൽ മതി. പാർട്ടിസിപ്പേറ്റ് ഇൻ ലോ ഇമ്പാക്റ്റ് എക്സസൈസസ് ലൈക്ക് യോഗ. പ്ലീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ലോ ഇമ്പാക്റ്റ് എക്സസൈസസ് ലൈക്ക് യോഗ. ദിവസവും 2 തവണ പല്ല് തേക്കുക. അതിപ്പോൾ എല്ലാവർക്കും ബാധകമാണ് അല്ലേ. പ്ലീസ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. പ്ലീസ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിക്കുക. അതെവിടെ കിട്ടും എന്നുള്ളത് അറിയത്തില്ല, പക്ഷേ ചില സോപ്പുകൾ അങ്ങനത്തെ കിട്ടാറുണ്ടല്ലേ. പ്ലീസ് യൂസ് ആൻ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ്. പ്ലീസ് യൂസ് ആൻ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ്. ഇവിടെ ഞാൻ അതിനുവേണ്ടി അല്ല ഇത് ഇവിടെ എഴുതിയത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കുറഞ്ഞ ലോ സോഡിയം സോപ്പ്. സോപ്പിനകത്ത് സോഡിയം ഉപയോഗിക്കുക അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പ്ലീസ് യൂസ് ആൻ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ്. കൈകൾ നിരന്തരം കഴുകണം കേട്ടോ. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി. ദിവസവും കുളിക്കുക. നിങ്ങളോടാണ് പറയുന്നത്. പ്ലീസ് ഷവർ ഡെയിലി. പ്ലീസ് ഷവർ ഡെയിലി. ഇപ്പോൾ ടേക്ക് ബാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാൾ സിമ്പിളായിട്ട് ഷവർ എന്നങ്ങ് പറഞ്ഞാൽ അത് കുളിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അതിന്. ഇപ്പം നമ്മൾ പറഞ്ഞു ഷവർ എന്നുള്ളത് ആ ഉപകരണത്തിന് ഷവർ എന്നല്ലേ പറഞ്ഞു, അതിനും പറയാം. പക്ഷെ കുളിക്കുക എന്നുള്ളതിനും ഷവർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫിഷ് എന്നുള്ളതിന് നമുക്ക് മീൻ എന്നർത്ഥമുണ്ട്, മീൻ പിടിക്കുക എന്നുള്ളൊരർത്ഥം കൂടെ ഉണ്ട് അതിന്. ഓക്കെ. നഖങ്ങൾ കൃത്യമായിട്ട് വെട്ടി സൂക്ഷിക്കണം. പ്ലീസ് കീപ്പ് യുവർ നെയിൽസ് ട്രിംഡ്. പ്ലീസ് കീപ്പ് യുവർ നെയിൽസ് ട്രിംഡ്. പ്ലീസ് കീപ്പ് യുവർ നെയിൽസ് ട്രിംഡ്. ദിവസവും ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കുക. പ്ലീസ് യൂസ് ഡിയോഡ്രൻറ്റ് ഡെയിലി. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു നേഴ്സ് പറയുന്നൊരു കാര്യമാണെന്നല്ലേ, പക്ഷെ മറ്റെന്തെങ്കിലും ആയിരിക്കും ഞാനിവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കുക. അപ്പം വലിയ മണമൊന്നും ഉണ്ടാകത്തില്ല. പ്ലീസ് യൂസ് ഡിയോഡ്രൻറ്റ് ഡെയിലി. നിരന്തരം നിങ്ങളുടെ സോക്സ് മാറ്റുക. പ്ലീസ് ചേഞ്ച് യുവർ സോക്സ് ഡെയിലി. അപ്പോൾ സോക്സ് എന്നും മാറ്റി ഉപയോഗിക്കണം അല്ലേ, അല്ല അതിൻ്റെ അകത്ത് മണമൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കണം, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കമ്പ്യൂട്ടർ ലാബിലിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയുടെ പേര് അനുപം സോളങ്കി എന്നാണ്. അനുപം സോളങ്കി. അപ്പോൾ ഈ നമ്മുടെ ലാബിനകത്ത് ഭയങ്കര മണം.
അപ്പം മാം ചോദിച്ചു, ഇതെന്താ ഈ മണം, ഇതാരുടെ സോക്സ്, നിങ്ങൾ കഴുകാത്ത ആരുടെയും സോക്സ് ഉണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം അനുപം സോളങ്കി ചോദിച്ചു, നിങ്ങളുടെ സോക്സ് എന്നാണോ? അപ്പം അനുപം സോളങ്കി പറഞ്ഞു, മാം ഞാൻ സോക്സേ ഉപയോഗിക്കാറില്ല, നേരെ ഷൂ അങ്ങ് ഇടുകയാണ്. അപ്പോൾ അവൻ്റെ ദേഹത്തു നിന്നാണ് ഈ മണം ഉണ്ടായത്. അപ്പോൾ നമ്മളെന്നും സോക്സ് മാറ്റണം എന്നുള്ളതാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഓക്കെ, പ്ലീസ് ചേഞ്ച് യുവർ സോക്സ് ഡെയിലി. പ്ലീസ് ചേഞ്ച് യുവർ സോക്സ് ഡെയിലി. വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക. പ്ലീസ് വിയർ ക്ലീൻ ക്ലോത്തിങ്. പ്ലീസ് വിയർ ക്ലീൻ ക്ലോത്തിങ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. ഇതിപ്പം ഒരു രോഗിയോടൊന്നല്ല, എല്ലാവരോടും പറയേണ്ട കാര്യമല്ലേ. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. എപ്പോഴും നിങ്ങളുടെ മുഖം സ്പർശിക്കുന്ന ഒഴിവാക്കുക. അപ്പം നമ്മുടെ എന്തായാലും ക്രീമോ എല്ലാം തേച്ച് നമുക്കൊരു സംശയമില്ല, ക്രീം ഉണ്ടോ എന്നൊരു സംശയമില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തൊട്ട് നോക്കും. പ്ലീസ് അവോയ്ഡ് ടച്ചിങ് യുവർ ഫേസ്. പ്ലീസ് അവോയ്ഡ് ടച്ചിങ് യുവർ ഫേസ്. നിങ്ങളുടെ വെപ്പുപല്ല് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പ്ലീസ് ക്ലീൻ യുവർ ഡെൻറ്റേഴ്സ് ഡെയിലി. പ്ലീസ് ക്ലീൻ യുവർ ഡെൻറ്റേഴ്സ് ഡെയിലി. പല്ല് തേച്ചതിന് ശേഷം മൗത്ത് വാഷ് ഉപയോഗിക്കുക. പ്ലീസ് യൂസ് എ മൗത്ത് വാഷ് ആഫ്റ്റർ ബ്രഷിങ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ. ചിലർക്കൊക്കെ ഭയങ്കര വായിൽ നിന്നൊക്കെ ദുർഗന്ധമൊക്കെ വരുന്നവരോട് നമുക്കിത് പറയാം. പ്ലീസ് യൂസ് എ മൗത്ത് വാഷ് ആഫ്റ്റർ ബ്രഷിങ്. പ്ലീസ് യൂസ് എ മൗത്ത് വാഷ് ആഫ്റ്റർ ബ്രഷിങ്. നിങ്ങളുടെ മുടി വൃത്തിയായിട്ട് വെട്ടിച്ചീകി സൂക്ഷിക്കണം. പ്ലീസ് കീപ് യുവർ ഹെയർ ക്ലീൻ ആൻഡ് ഗ്രൂംഡ്. ഇപ്പം നല്ല ചീകി വൃത്തിയാക്കി വെക്കുന്നതിനാണ് നമ്മൾ ഗ്രൂംഡ് എന്ന് പറയുന്നത്. ചീകി വൃത്തിയാക്കി വെക്കുന്നത് അല്ലേ. പ്ലീസ് കീപ് യുവർ ഹെയർ ക്ലീൻ ആൻഡ് ഗ്രൂംഡ്. പ്ലീസ് കീപ് യുവർ ഹെയർ ക്ലീൻ ആൻഡ് ഗ്രൂംഡ്. നിങ്ങളുടെ തൊലിയിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഈ ലോഷൻ ഉപയോഗിക്കുക. പ്ലീസ് യൂസ് ദിസ് ലോഷൻ ടു കീപ് യുവർ സ്കിൻ മോയ്സ്ചറൈസ്ഡ്. ഈ മോയ്സ്ചറൈസർ എന്ന് നമ്മൾ പറയത്തില്ല, നമുക്ക് നല്ല ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മോയ്സ്ചറൈസർ അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സാധനം ഉപയോഗിക്കുക, ഈ ലോഷൻ ഉപയോഗിക്കുക, അപ്പോൾ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. പ്ലീസ് യൂസ് ദിസ് ലോഷൻ ടു കീപ് യുവർ സ്കിൻ മോയ്സ്ചറൈസ്ഡ്. നിങ്ങളുടെ ഈ കേൾവി സഹായി ദിവസം ഉപയോഗിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പ്ലീസ് ക്ലീൻ യുവർ ഹിയറിംഗ് എയ്ഡ്സ് ഡെയിലി. പ്ലീസ് ക്ലീൻ യുവർ ഹിയറിംഗ് എയ്ഡ്സ് ഡെയിലി. ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ കഴുകുക. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ദ റെസ്റ്റ് റൂം, അല്ലെങ്കിൽ ബാത്റൂം, ടോയ്ലറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. നല്ലൊരു വാക്ക് റെസ്റ്റ് റൂം ആയിരിക്കും. പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ദ റെസ്റ്റ് റൂം. ഇപ്പം നമ്മൾ ബ്രഷ്, പല രീതിയിലുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷുണ്ട്. അപ്പോൾ ഇതിന് ബ്രിസിൽ എന്നാണ് പറയുന്നത്, ബ്രിസിൽ. ഓക്കെ, നമ്മൾ പറയണ ഇപ്പം ഹാർഡായിട്ടുള്ള ആ ചകിരി, ബ്രഷിലുള്ള ഇതാണ്, ബ്രഷിൻ്റെ ചകിരി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പല്ല് തേക്കുമ്പോഴുള്ളൂ. അപ്പോൾ അത് ഹാർഡായിട്ടുള്ളതുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ളതുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് മൃദുവായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽ ഉള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കണം. എന്നെങ്ങനെ പറയാം? പ്ലീസ് യൂസ് എ സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷ്. പ്ലീസ് യൂസ് എ സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷ്. പ്ലീസ് യൂസ് എ സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷ്. ദിവസവും പല്ലിൻ്റെ ഇട വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പ്ലീസ് ഫ്ലോസ് ഡെയിലി. അതാണ് ഇട വൃത്തിയാക്കുന്നതിനാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. പ്ലീസ് ഫ്ലോസ് ഡെയിലി. പ്ലീസ് ഫ്ലോസ് ഡെയിലി. സോപ്പും വെള്ളവും ലഭ്യമല്ലാത്തപ്പോൾ നിങ്ങൾ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം. പ്ലീസ് യൂസ് ഹാൻഡ് സാനിറ്റൈസർ വെൻ സോപ്പ് ആൻഡ് വാട്ടർ ആർ നോട്ട് അവൈലബിൾ. പ്ലീസ് യൂസ് ഹാൻഡ് സാനിറ്റൈസർ വെൻ സോപ്പ് ആൻഡ് വാട്ടർ ആർ നോട്ട് അവൈലബിൾ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയും വെടിപ്പുമായിട്ട് സൂക്ഷിക്കണം. പ്ലീസ് കീപ് യുവർ ലിവിങ് ഏരിയ ക്ലീൻ ആൻഡ് ടൈഡി. പ്ലീസ് കീപ് യുവർ ലിവിങ് ഏരിയ ക്ലീൻ ആൻഡ് ടൈഡി. ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിൽ വേദന സംഹാരികൾ കഴിക്കുക. പ്ലീസ് ടേക്ക് യുവർ പെയിൻ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് ടേക്ക് യുവർ പെയിൻ കില്ലേഴ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്. വേദന കൂട്ടുന്ന രീതിയിലുള്ള പണികളൊന്നും ചെയ്യാതിരിക്കുക. പ്ലീസ് അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് വേഴ്സൺ യുവർ പെയിൻ. ഇപ്പം നമ്മുടെ പെടലിക്ക് വേദനയുണ്ട്, അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യരുതെന്ന് പറഞ്ഞു, നമ്മൾ പോയി എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യരുത്, വേദന കൂട്ടുന്നു അല്ലേ. പ്ലീസ് അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് വേഴ്സൺ യുവർ പെയിൻ. പ്ലീസ് അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് വേഴ്സൺ യുവർ പെയിൻ. നമ്മുടെ തല്ലവണ്ണ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിപ്പം കാലൊക്കെ പൊക്കി വെക്കാനോ അല്ലെ നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തല്ലവണ്ണ ഉപയോഗിക്കണം. പ്ലീസ് യൂസ് പില്ലോസ് ടു സപ്പോർട്ട് യുവർ ബോഡി. പ്ലീസ് യൂസ് പില്ലോസ് ടു സപ്പോർട്ട് യുവർ ബോഡി. ചെറിയ രീതിയിലുള്ള കൈയും കാലുമൊക്കെ നീട്ടിയുള്ള വ്യായാമം ചെയ്യണം. പ്ലീസ് പെർഫോം ജെൻറ്റിൽ സ്ട്രെച്ചിങ് എക്സസൈസസ്. ഇപ്പം ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള, ലഘുവായിട്ടുള്ള, ചെറുതായിട്ടുള്ള എന്നൊക്കെയാണ്.
പ്ലീസ് പെർഫോം എന്ന് പറയുന്നത് പ്ലീസ് ഡു എന്ന് പറയാം. പ്ലീസ് ഡു ജെൻറൽ സ്ട്രെച്ചിങ് എക്സസൈസസ്. പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ഇരുന്ന് വിശ്രമിക്കുക. നമ്മൾ ഇരിക്കുന്ന നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല സുഖകരമായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുക. പ്ലീസ് റെസ്റ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. പ്ലീസ് റെസ്റ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. ഒരുപാട് നേരം ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ഫോർ ലോങ് പീരിയഡ്സ്. ഫോർ ലോങ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പീരിയഡ്സ്. പ്ലീസ് അവോയ്ഡ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ഫോർ ലോങ് ടൈം. ആവശ്യമായിട്ട് വന്നാൽ ഓവർ ദ കൗണ്ടർ വേദന സംഹാരികൾ ഉപയോഗിക്കുക. എന്താണ് ഈ ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് OTC എന്ന് പറയല്ലോ, OTC മെഡിസിൻസ്. ഇപ്പം നമ്മളിപ്പം ചില വേദന സംഹാരികൾക്ക് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല, അതിനാണ് OTC മെഡിസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പരസ്യമൊക്കെ കാണുന്നതൊക്കെ മിക്കത് OTC മെഡിസിൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തേച്ചാൽ വേദന പോകും അല്ലേ. പക്ഷേ ചില മെഡിസിൻസ് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ അതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി വന്നാൽ അങ്ങനത്തെ മരുന്ന് ഉപയോഗിച്ചാണ് പറയുന്നത്. പ്ലീസ് യൂസ് ഓവർ ദ കൗണ്ടർ പെയിൻ റിലീഫ് ഇഫ് നീഡഡ്. പ്ലീസ് യൂസ് ഓവർ ദ കൗണ്ടർ പെയിൻ റിലീഫ് ഇഫ് നീഡഡ്. നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് എന്ന് പറയാം, ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയാം, അതിന് നിങ്ങൾ പാലിക്കണം. പ്ലീസ് ഫോളോ യുവർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. പ്ലീസ് ഫോളോ യുവർ ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. മാനസിക പിരിമുറക്കം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. പ്ലീസ് അവോയ്ഡ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. പ്ലീസ് ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്, അല്ലെങ്കിൽ പ്ലീസ് ഹാവ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്. ധ്യാനം അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വാസം വലിച്ചുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യണം. എങ്ങനെ പറയാം? പ്ലീസ് ഡു, അല്ലെങ്കിൽ പ്ലീസ് ട്രൈ മെഡിറ്റേഷൻ ഓർ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ്. നമ്മൾ പറയാം പ്ലീസ് ഡു മെഡിറ്റേഷൻ ഓർ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ്. വേദനയുള്ള മസിലുകളിൽ ഹീറ്റിംഗ് പാഡ് ഉപയോഗിക്കണം. നമുക്ക് ഹീറ്റിംഗ് പാഡ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് ഉപയോഗിക്കണം വേദനയുള്ള സ്ഥലത്ത്. പ്ലീസ് യൂസ് എ ഹീറ്റിംഗ് പാഡ് ഓൺ സോർ മസിൽസ്. പ്ലീസ് യൂസ് എ ഹീറ്റിംഗ് പാഡ് ഓൺ സോർ മസിൽസ്. ഭാരമേറിയ വസ്തുക്കൾ പൊക്കാതിരിക്കുക. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. ആവശ്യമുള്ളപ്പോഴേ സഹായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. പ്ലീസ് യൂസ് അസിസ്റ്റീവ് ഡിവൈസസ് ആസ് നീഡഡ്. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വടി കുത്തുക, വടിയ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ ഉപയോഗിക്കുക. പ്ലീസ് യൂസ് അസിസ്റ്റീവ് ഡിവൈസസ് ആസ് നീഡഡ്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഇത് തന്നെ സാർ മുമ്പേ പറഞ്ഞത്? അതെ, ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴേ നമ്മൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയേച്ചാൽ മതി. വേദന തുടർന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ ബന്ധപ്പെടുക. പ്ലീസ് കോണ്ടാക്ട് യുവർ ഡോക്ടർ ഇഫ് പെയിൻ പെർസിസ്റ്റ്. അത് വേദന തുടർച്ചയായിട്ടുണ്ട്, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണണം. പ്ലീസ് കോണ്ടാക്ട് യുവർ ഡോക്ടർ ഇഫ് പെയിൻ പെർസിസ്റ്റ്. നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ നില, പഞ്ചസാര എന്തേലും ഉണ്ടെന്ന് കൃത്യമായി, ഷുഗർ എന്തേലും ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. പ്ലീസ് മോണിറ്റർ യുവർ ബ്ലഡ് ഷുഗർ levels regularly. Please monitor your blood sugar levels regularly. ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഇൻസുലിൻ എടുക്കുക. പ്ലീസ് ടേക്ക് യുവർ ഇൻസുലിൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് ടേക്ക് യുവർ ഇൻസുലിൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. ഷുഗറിനുള്ള ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് പാലിക്കണം. പ്ലീസ് ഫോളോ എ ഡയബറ്റിക് ഡയറ്റ് പ്ലാൻ. പ്ലീസ് ഫോളോ എ ഡയബറ്റിക് ഡയറ്റ് പ്ലാൻ. പതിവായിട്ട് എക്സസൈസ് ചെയ്യുക. പ്ലീസ് എക്സസൈസ് റെഗുലർലി. 2 തവണ ഞാൻ പറഞ്ഞല്ലേ, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. പ്ലീസ് എക്സസൈസ് റെഗുലർലി. നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ റീഡിങ്ങുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡോക്ടർ പറയാറുള്ളൂ, നിങ്ങൾക്ക് കഴിഞ്ഞ 30 ദിവസമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ട്രാക്ക് ചെയ്ത് വെക്കണം. പ്ലീസ് കീപ് ട്രാക്ക് ഓഫ് യുവർ ബ്ലഡ് ഷുഗർ റീഡിങ്സ്, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽസ്. പ്ലീസ് കീപ് ട്രാക്ക് ഓഫ് യുവർ ബ്ലഡ് ഷുഗർ റീഡിങ്സ്. മധുരമുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിക്കുക. പ്ലീസ് അവോയ്ഡ് ഷുഗറി ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ്. പ്ലീസ് അവോയ്ഡ് ഷുഗറി ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ്. പഞ്ചസാര കുറയുമ്പോൾ ചിലർക്ക് പ്രശ്നമുണ്ടല്ലേ, പഞ്ചസാര കുറഞ്ഞു പോകും. അപ്പോൾ അവർക്ക് സത്യത്തിൽ ഷുഗർ രോഗമുള്ളവരാണ്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ ചിലപ്പോൾ അവരുടെ ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോഴും ഒരു മുട്ടായി കൈ കരുതണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ടല്ലേ. Please always carry a candy to eat when blood sugar level drops. Candy എന്ന് പറഞ്ഞാൽ ഒരു മിഠായി അല്ലേ.
Please always carry a candy to eat when blood sugar level drops. കാലിൽ വല്ല മുറിവോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നോക്കണം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, അങ്ങനെ വല്ല ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ അറിയിക്കണം, കാരണം നിങ്ങൾക്ക് ഷുഗർ രോഗമുണ്ട്. Please check your feet daily for any sores. Please check your feet daily for any sores. കൃത്യമായിട്ട് ഡോക്ടറിനെ കാണണം കേട്ടോ. നിങ്ങൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ പ്ലീസ് എൻഷുർ ടു കീപ് യുവർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്സ്. പ്ലീസ് എൻഷുർ ടു കീപ് യുവർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്സ്. പഞ്ചസാര കൂടുമ്പോഴും കുറയുമ്പോഴും ഉള്ള കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇതിപ്പോൾ മുട്ടായി കഴിക്കണോ അതല്ലെങ്കിൽ ഷുഗറിൻ്റെ ഗുളിക എടുത്ത് കഴിക്കണോ എന്നുള്ളത് അല്ലേ. അതെപ്പോഴും അങ്ങനെയുള്ള രോഗികളോട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ബി ഫെമിലിയർ വിത്ത് ദ സൈൻസ് ഓഫ് ഹൈ ആൻഡ് ലോ ബ്ലഡ് ഷുഗർ. ബി ഫെമിലിയർ വിത്ത് ദ സൈൻസ് ഓഫ് ഹൈ ആൻഡ് ലോ ബ്ലഡ് ഷുഗർ. Be familiar with the signs of high and low blood sugar. നിർദ്ദേശിച്ച രീതിയിൽ നിങ്ങളുടെ മരുന്ന് കഴിക്കണം, ഡോക്ടർ പറഞ്ഞ രീതിയിൽ. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ധാരാളം വെള്ളം കുടിക്കണം. പ്ലീസ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. അപ്പോഴേ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തിക്കാൻ കൊണ്ട് ചെയ്യണം. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കണം. പ്ലീസ് അവോയ്ഡ് സ്കിപ്പിംഗ് മീൽസ്. പ്ലീസ് അവോയ്ഡ് സ്കിപ്പിംഗ് മീൽസ്. അല്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ നോട്ട് ടു മിസ് എനി മീൽസ്. പ്ലീസ് മേക്ക് ഷുവർ നോട്ട് ടു മിസ് എനി മീൽസ്. പ്ലീസ് അവോയ്ഡ് സ്കിപ്പിംഗ് മീൽസ്. നിങ്ങളുടെ ഡോക്ടറുടെ ശുപാർശകൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് റെക്കമെൻഡേഷൻ. ശുപാർശ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് റെക്കമെൻഡേഷൻസ്. നിങ്ങൾ ഡയബറ്റിക്സ് ആണ്, ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കരുതണം. അതായത് നിങ്ങളുടെ മെഡിസിൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രത്യേക ഭക്ഷണമായിക്കോട്ടെ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ മുട്ടായി ആയിക്കോട്ടെ, എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതണം. പ്ലീസ് കീപ് യുവർ ഡയബറ്റിക് സപ്ലൈസ് വിത്ത് യു ഓൾ ദ ടൈം. ഇപ്പോൾ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്ലീസ് കീപ് യുവർ ഡയബറ്റിക് സപ്ലൈസ് വിത്ത് യു ഓൾ ദ ടൈം. നിങ്ങൾ മാനസിക സമ്മർദ്ദം നിങ്ങൾ നിയന്ത്രിക്കണം. പ്ലീസ് മാനേജ് യുവർ സ്ട്രെസ് ലെവൽസ്. പ്ലീസ് മാനേജ് യുവർ സ്ട്രെസ് ലെവൽസ്. ഡയബറ്റിക്കിനെ കുറിച്ച് നിങ്ങൾ സ്വയമായിട്ട് പഠിക്കണം. അതെന്തൊക്കെ ഫുഡാണ് അത് കൂട്ടുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത്, ഷുഗർ ലെവൽ കൂട്ടുന്നത് കുറയ്ക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് ചില ഡോക്ടേഴ്സൊക്കെ രോഗികളോട് പറയാറുണ്ടല്ലേ. പ്ലീസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ഡയബറ്റീസ്. പ്ലീസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ഡയബറ്റീസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആശങ്കകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ ബന്ധപ്പെടണം. പ്ലീസ് കോണ്ടാക്ട് യുവർ ഡോക്ടർ ഇഫ് യു ഹാവ് ഗോട്ട് എനി കൺസേൺസ്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി കൺസേൺസ്. ഞാൻ പറഞ്ഞ ഇഫ് യു ഹാവ് ഗോട്ട് എനി കൺസേൺസ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി കൺസേൺസ് എന്ന് വേണമെങ്കിലും പറയാം. കോണ്ടാക്ട് യുവർ ഡോക്ടർ ഇഫ് യു ഹാവ് എനി കൺസേൺസ്. എന്തെങ്കിലും ആശങ്കകളോ ബുദ്ധിമുട്ടുകളൊക്കെയാണ് കൺസേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മുറിവ് കൃത്യമായിട്ട് ഉണങ്ങിയ രീതിയിൽ എപ്പോഴും വെക്കണം. പ്ലീസ് കീപ് ദ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. പ്ലീസ് കീപ് യുവർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. ഡോക്ടർ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഈ ഡ്രസ്സിങ് മാറ്റണം. നമുക്കൊരു മുറിവുണ്ട്, അതിനകത്ത് നമ്മൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഡോക്ടർ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മാറ്റണം. പ്ലീസ് ചേഞ്ച് ദ ഡ്രസ്സിങ്സ് ആസ് ഇൻസ്ട്രക്റ്റഡ്. പ്ലീസ് ചേഞ്ച് ദ ഡ്രസ്സിങ്സ് ആസ് ഇൻസ്ട്രക്റ്റഡ്. ഡോക്ടർ പറഞ്ഞ ഓയിൻമെൻറ്റ് പുരട്ടുക. പ്ലീസ് അപ്ലൈ ദ പ്രിസ്ക്രൈബ്ഡ് ഓയിൻമെൻറ്റ്. പ്ലീസ് അപ്ലൈ ദ പ്രിസ്ക്രൈബ്ഡ് ഓയിൻമെൻറ്റ്. ഇവിടെ പ്ലീസ് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പ്ലീസ് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞാണ് എപ്പോഴും പ്ലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അഴുക്ക് കൈകൊണ്ട് മുറിവ് സ്പർശിക്കുന്നത് ഒഴിവാക്കുക, മുറിവിൽ തൊടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. പ്ലീസ് അവോയ്ഡ് ടച്ചിങ് ദ വൂണ്ട് വിത്ത് ഡേർട്ടി ഹാൻഡ്സ്. അപ്പോൾ അത് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും അല്ലേ. പ്ലീസ് അവോയ്ഡ് ടച്ചിങ് ദ വൂണ്ട് വിത്ത് ഡേർട്ടി ഹാൻഡ്സ്. ഈ മുറിവിലെ പൊറ്റൽ പറിക്കരുത്. ഈ പൊറ്റൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മുറിവുണ്ട്, അപ്പോൾ അതിന് മുകളിൽ ഒരു കുഞ്ഞ് തൊലി വന്ന് നിൽക്കും അല്ലേ. അപ്പോൾ നമുക്ക് മുറിവുണ്ടായെങ്കിൽ ചുമ്മാ ഒന്ന് പറിച്ച് നോക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ടല്ലേ. അങ്ങനെ ചെയ്യരുത്, കാരണം ആ മുറിവ് പിന്നെയും അത് കരിയാതിരിക്കും അല്ലേ. അതിനാണ് ഈ പൊറ്റൽ എന്ന് പറഞ്ഞത്. അപ്പം മുറിവിൻ്റെ പുറത്തുള്ള ചെറിയ തൊലി ഒരു ദിവസം കഴിയുമ്പോൾ വരുന്ന അത് പറിക്കരുത്. അതിന് സ്കാബ് എന്നാണ് പറയുന്നത്, സ്കാബ്. പ്ലീസ് ഡു നോട്ട് പിക്ക് സ്കാബ്സ്. പ്ലീസ് ഡു നോട്ട് പിക്ക് സ്കാബ്സ്. ഇപ്പം പിക്കെന്ന് പറഞ്ഞാൽ പറിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ, എടുത്ത് മാറ്റരുത് എന്നുള്ളതാണ്. പ്ലീസ് റിഫ്രെയിൻ ഫ്രം പിക്കിങ് അറ്റ് സ്കാബ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മാറി നിൽക്കുക, ഒഴിവായിട്ട് നിൽക്കുക, അങ്ങനെ ചെയ്യരുത് എന്നാണ്. പ്ലീസ് റിഫ്രെയിൻ ഫ്രം പിക്കിങ് അറ്റ് സ്കാബ്.
അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്ലീസ് ഡു നോട്ട് പിക്ക് സ്കാബ്സ്. മുറിവ് വെള്ളത്തിൽ മുക്കുന്നത് ഒഴിവാക്കുക. പ്ലീസ് അവോയ്ഡ് സോക്കിംഗ് ദ വൂണ്ട് ഇൻ വാട്ടർ. പ്ലീസ് അവോയ്ഡ് സോക്കിംഗ് ദ വൂണ്ട് ഇൻ വാട്ടർ. അണുബാധയുടെ ലക്ഷണം വല്ലതും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലീസ് വാച്ച് ഫോർ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പോൾ മുറിവാണെങ്കിൽ പഴുക്കുക ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ഇതെന്തോ ഇൻഫെക്ഷൻ ആണ് അല്ലേ. പ്ലീസ് വാച്ച് ഫോർ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. പറ്റുമെങ്കിൽ മുറിവുള്ള ഭാഗം പൊക്കി വയ്ക്കണം. പ്ലീസ് റേസ് ദ വൂണ്ട് ഏരിയ വെൻ യു ക്യാൻ. പറ്റുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യണം. പ്ലീസ് റേസ് ദ വൂണ്ട് ഏരിയ വെൻ യു ക്യാൻ. മുറിവുള്ളിടത്ത് ഇറുക്കമുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് ടൈറ്റ് ക്ലോത്തിങ് ഓവർ ദ വൂണ്ട്. പ്ലീസ് അവോയ്ഡ് ടൈറ്റ് ക്ലോത്തിങ് ഓവർ ദ വൂണ്ട്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. മുറിവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. പ്ലീസ് അവോയ്ഡ് യൂസിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓൺ ദ വൂണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എവിടെ നിന്നു? സാധാരണ ആരും പറയാറില്ലല്ലോ. അല്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ നമുക്കങ്ങനെ ഒരു രോഗി അങ്ങനെ പോയി ഹൈഡ്രജൻ പെറോക്സൈഡ് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ല. എങ്കിലും ഞാനിങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഇപ്പം അരണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിക്സ് തേക്കാൻ മതി. അപ്പോൾ ഞാൻ വളരെ ചെറുതാണ്, അപ്പം ഒരു മുറിവുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ മുറിവുണ്ടായി അപ്പം പറ്റും നമുക്ക് വിക്സ് എടുത്ത് തേച്ചാലെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ വിക്സ് തേച്ചിട്ടുണ്ട് ചെറുതായിരുന്ന സമയത്ത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്ലീസ് അവോയ്ഡ് യൂസിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓൺ ദ വൂണ്ട്. നമുക്കത് എന്ത് വെള്ളമാകാം. മുറിവ് മൂടിയ രീതിയിൽ അതായത് അടച്ചു വെക്കുക എപ്പോഴും. പ്ലീസ് കീപ് ദ വൂണ്ട് കവേർഡ്. പ്ലീസ് കീപ് ദ വൂണ്ട് കവേർഡ്. പ്ലീസ് കീപ് ദ വൂണ്ട് കവേർഡ്. മുറിവിൽ പിടിച്ച് ഞെക്കരുത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ എല്ലാം പഴുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കരിഞ്ഞോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് ഞെക്കി നോക്കാറുണ്ടല്ലേ. പ്ലീസ് ഡു നോട്ട് അപ്ലൈ പ്രഷർ ടു ദ വൂണ്ട്. അതാണ് പറഞ്ഞത്. പ്ലീസ് ഡു നോട്ട് അപ്ലൈ പ്രഷർ ടു ദ വൂണ്ട്. അങ്ങനെ ചെയ്യരുത്. പ്ലീസ് ഡു നോട്ട് അപ്ലൈ പ്രഷർ ടു ദ വൂണ്ട്. ഡോക്ടർ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക. പ്ലീസ് ടേക്ക് യുവർ ആൻറ്റിബയോട്ടിക്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് ടേക്ക് യുവർ ആൻറ്റിബയോട്ടിക്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്. എന്തെങ്കിലും പ്രത്യേക മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണണം കേട്ടോ. പ്ലീസ് റിപ്പോർട്ട് എനി അൺയൂഷ്വൽ ചേഞ്ചസ്. സാധാരണ അല്ലാത്ത അതിപ്പോൾ പെട്ടെന്ന് മുറിവുള്ള ഭാഗം കറുത്തുപോയി, അല്ലെങ്കിൽ അങ്ങനെ ചുമന്നു, നീര് വെച്ചു, നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നപ്പോഴും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലീസ് മീറ്റ് ദ ഡോക്ടർ, അല്ലെങ്കിൽ അറിയിക്കണം, ഡോക്ടറിനെ അറിയിക്കണം. പ്ലീസ് റിപ്പോർട്ട് എനി അൺയൂഷ്വൽ ചേഞ്ചസ് ടു യുവർ ഡോക്ടർ. പ്ലീസ് റിപ്പോർട്ട് എനി അൺയൂഷ്വൽ ചേഞ്ചസ് ടു യുവർ ഡോക്ടർ. കഠിനമായിട്ടുള്ള പ്രവർത്തികൾ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് ഹാർഡ് ആക്ടിവിറ്റീസ്, ടഫ് ആക്ടിവിറ്റീസ്, റിഗ്രസ് ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് പറയാം. ഹാർഡ് പറഞ്ഞാലും മതി അല്ലേ. പ്ലീസ് അവോയ്ഡ് ഹാർഡ് ആക്ടിവിറ്റീസ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വൊക്കാബുലറി ഒന്നും ആദ്യം പഠിക്കാൻ ശ്രമിക്കരുത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാര ഭാഷയിൽ ഇതൊന്നും ഉപയോഗിക്കാറില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ പഠിച്ച് നമ്മൾ മറന്നും പോകും. പിന്നെ നമുക്ക് ഇത് അത്യാവശ്യം വരുമ്പം ഇപ്പോൾ കർണന് കിട്ടിയ ശാപം പോലെ അത്യാവശ്യ സമയത്ത് നമുക്ക് കാര്യം മറന്നു പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. വീണ്ടും വരേണ്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണുക. നമ്മൾ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയും അല്ലേ. പ്ലീസ് കീപ് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ്. ആവശ്യമെങ്കിൽ വേദന സംഹാരികൾ ഉപയോഗിക്കുക. പ്ലീസ് യൂസ് പെയിൻ റിലീഫ് ആസ് നീഡഡ്, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ആസ് നീഡഡ്. വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുറിവ് സാവധാനം വൃത്തിയാക്കണം, അല്ലെ ഒറ്റ വെള്ളം ഒഴിച്ച് അടിച്ച് കളയരുത്, പതുക്കെ. പ്ലീസ് ക്ലീൻ ദ വൂണ്ട് ജെൻ്റ്ലി. പ്ലീസ് ക്ലീൻ ദ വൂണ്ട് ജെൻ്റ്ലി. അർദ്ധരാത്രിക്ക് ശേഷം ഭക്ഷണം അല്ലെങ്കിൽ പാനീയം നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കുക. പ്ലീസ് ഡു നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് ആഫ്റ്റർ മിഡ് നൈറ്റ്. പ്ലീസ് ഡു നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് ആഫ്റ്റർ മിഡ് നൈറ്റ്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കൽ സോപ്പിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് പ്രത്യേക കണ്ടീഷൻ ആണെങ്കിൽ അവർ നമ്മളോട് പറയും. ഓക്കെ, ഞാൻ കണ്ടിട്ടുമില്ല ഉപയോഗിച്ചിട്ടുമില്ല എങ്കിലും ഞാൻ പറയണം, പ്ലീസ് ടേക്ക് എ ഷവർ വിത്ത് ആൻറ്റി ബാക്ടീരിയൽ സോപ്പ്. അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിച്ച് വേണം നിങ്ങൾ കുളിക്കാൻ എന്നങ്ങനെ പറയാം. പ്ലീസ് ടേക്ക് എ ഷവർ വിത്ത് ആൻറ്റി ബാക്ടീരിയൽ സോപ്പ്.
അപ്പോൾ ടേക്ക് എ ബാത്ത് ആണെങ്കിലും പറയാം, ഷവർ സിമ്പിൾ ആണല്ലേ. പ്ലീസ് ടേക്ക് എ ഷവർ വിത്ത് ആൻറ്റി ബാക്ടീരിയൽ സോപ്പ്. ശസ്ത്രക്രിയക്ക് 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ എത്തണം. ഓപ്പറേഷൻ 2 മണിക്കൂർ മുമ്പ് എത്തണം അല്ലേ. പ്ലീസ് അറൈവ് അറ്റ് ദ ഹോസ്പിറ്റൽ 2 hours ബിഫോർ സർജറി. പ്ലീസ് അറൈവ് അറ്റ് ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്ലീസ് റീച്ച് അറ്റ് ദ ഹോസ്പിറ്റൽ 2 hours ബിഫോർ സർജറി. നമ്മോട് ചിലപ്പം ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ പറയും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റിങ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, നിരാഹാരം ഇരിക്കണം. നിരാഹാരം എന്നല്ല, ഭക്ഷണം കഴിക്കരുതെന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. പ്ലീസ് ഫോളോ ദ ഫാസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. പ്ലീസ് ഫോളോ ദ ഫാസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ആരെല്ലാമായിട്ട് വരണം. അപ്പോൾ ഞാൻ പറയാം, പ്ലീസ് അറേഞ്ച് ഫോർ സമ്മൺ ടു ഡ്രൈവ് യു ഹോം. പ്ലീസ് അറേഞ്ച് ഫോർ സമ്മൺ ടു ഡ്രൈവ് യു ഹോം. നിങ്ങളുടെ മരുന്ന് ലിസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഡോക്ടർ തന്നു, അതൊക്കെ കുറിപ്പടികൾ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. പ്ലീസ് ബ്രിങ് യുവർ മെഡിക്കേഷൻ ലിസ്റ്റ് ടു ദ ഹോസ്പിറ്റൽ. പ്ലീസ് ബ്രിങ് യുവർ മെഡിക്കേഷൻ ലിസ്റ്റ് ടു ദ ഹോസ്പിറ്റൽ. ആഭരണങ്ങളൊന്നും ഇടണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഇപ്പോൾ ഓപ്പറേഷൻ വല്ലതാണെങ്കിൽ ആഭരണം ഒന്നും ധരിക്കൽ. പ്ലീസ് ഡു നോട്ട് വിയർ എനി ജ്വല്ലറി. പ്ലീസ് ഡു നോട്ട് വിയർ എനി ജ്വല്ലറി. നമ്മൾ ഇറുക്കമില്ലാത്ത സുഖകരമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം വേണം ധരിക്കാൻ. പ്ലീസ് വിയർ ലൂസ് കംഫർട്ടബിൾ ക്ലോത്തിങ്. പ്ലീസ് വിയർ ലൂസ് കംഫർട്ടബിൾ ക്ലോത്തിങ്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷന് മുമ്പ് പുകവലി ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ബിഫോർ സർജറി. പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ബിഫോർ സർജറി. നെയിൽ പോളിഷ് മാറ്റണം കേട്ടോ. ഇപ്പം നമ്മളൊരു ഓപ്പറേഷനൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ടല്ലേ, പ്ലീസ് റിമൂവ് യുവർ നെയിൽ പോളിഷ്. പ്ലീസ് റിമൂവ് യുവർ നെയിൽ പോളിഷ്. നിങ്ങളുടെ ഡോക്ടർ അനുവദിച്ചിട്ടുള്ള മരുന്നുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. നമ്മളല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് എനിക്ക് തലവേദനയാണ്, ഇന്നതാണ് പനിയാണ്, അങ്ങനെയുള്ള നിങ്ങൾ തന്നെ പോയി മരുന്നുകൾ അല്ലെ നമ്മൾ ഗൂഗിളിൽ നോക്കി ഉപയോഗിക്കരുത്. പ്ലീസ് ടേക്ക് ഓൺലി ദ മെഡിക്കേഷൻസ് അപ്രൂവ്ഡ് by your doctor, അല്ലെങ്കിൽ prescribed by your doctor. Please take only the medications approved by your doctor. മരുന്നിനെ പറ്റി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം കേട്ടോ. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ ഓൺ മെഡിക്കേഷൻ. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ ഓൺ മെഡിക്കേഷൻ. ആവശ്യമായിട്ടുള്ള നിങ്ങൾ രേഖകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. നമ്മളൊരു ഓപ്പറേഷനുമാണ്, നമ്മുടെ ആധാറും അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയാം അല്ലേ. പ്ലീസ് ബ്രിങ് ഓൾ നെസസറി ഡോക്യുമെൻറ്റ്സ്. പ്ലീസ് ബ്രിങ് ഓൾ നെസസറി ഡോക്യുമെൻറ്റ്സ്. മേക്കപ്പ് ധരിക്കരുത് ഓപ്പറേഷൻ മുമ്പ്. പ്ലീസ് ഡു നോട്ട് വിയർ എനി മേക്കപ്പ്. പ്ലീസ് ഡു നോട്ട് വിയർ എനി മേക്കപ്പ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്, ഇങ്ങനെയൊന്നും സാധാരണ പറയാറില്ലല്ലോ. ഇങ്ങനെ പറയാറുണ്ടല്ലോ. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡോക്ടർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ നിയന്ത്രണം പാലിക്കണം. പ്ലീസ് ഫോളോ ദ സ്പെസിഫിക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ്. പ്ലീസ് ഫോളോ ദ സ്പെസിഫിക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ്. എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാഫിനെ അറിയിക്കണം. പ്ലീസ് ഇൻഫോം ദ സ്റ്റാഫ് ഓഫ് എനി അലർജീസ്. നമ്മളോട് ചോദിക്കാണല്ലോ, ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് അതിൽ അലർജി ഉണ്ടോ എന്നുള്ളത് അല്ലേ. പ്ലീസ് ഇൻഫോം ദ സ്റ്റാഫ് ഓഫ് എനി അലർജീസ്. വിലവെടുപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ വയ്ക്കാതൊന്നും കൊണ്ടുവരരുത്. പ്ലീസ് ലീവ് വാല്യുബിൾസ് അറ്റ് ഹോം. പ്ലീസ് ലീവ് വാല്യുബിൾസ് അറ്റ് ഹോം. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. പ്ലീസ് ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ഇഫ് യു ഹാവ് ബിഫോർ സർജറി. പ്ലീസ് ആസ്ക് എനി ക്വസ്റ്റ്യൻസ് യു ഹാവ് ബിഫോർ സർജറി. ഡോക്ടർ പറഞ്ഞ രീതിയിൽ മരുന്ന് കഴിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി തവണ നിങ്ങൾ പറയും, സാറ് ഇതൊരു 4-5 തവണ പറഞ്ഞില്ല, ഞാൻ മുമ്പേ പറഞ്ഞത് എന്തേ നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. പ്ലീസ് ടേക്ക് യുവർ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. നിങ്ങളുടെ മുറിവ് വൃത്തിയായിട്ട് ഉണങ്ങിയ രീതി വെക്കണം. പ്ലീസ് കീപ്പ് യുവർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. പ്ലീസ് കീപ്പ് യുവർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ. എന്തെങ്കിലും പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. പ്ലീസ് റിപ്പോർട്ട് എനി സൈഡ് എഫക്ട്സ് ഇമ്മീഡിയറ്റ്ലി. പ്ലീസ് റിപ്പോർട്ട് എനി സൈഡ് എഫക്ട്സ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ സമീകൃത ആഹാരം വേണം കഴിക്കാൻ. പ്ലീസ് ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. പ്ലീസ് ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ധാരാളം വെള്ളം കുടിക്കണം. പ്ലീസ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. പ്ലീസ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നിങ്ങളുടെ താപനില, നിങ്ങളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും നോക്കണം. പ്ലീസ് മോണിറ്റർ യുവർ ടെമ്പറേച്ചർ ഡെയിലി. പ്ലീസ് മോണിറ്റർ യുവർ ടെമ്പറേച്ചർ ഡെയിലി.
നിങ്ങളുടെ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ്, നിങ്ങൾക്ക് വീണ്ടും ഡോക്ടറിനെ കാണാൻ വേണ്ടി നിർദ്ദേശിച്ച സമയമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. പ്ലീസ് കീപ് യുവർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ്. പ്ലീസ് കീപ് യുവർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ്. പുകവലി അല്ലെങ്കിൽ മദ്യം ഒക്കെ നിങ്ങൾ ഒഴിവാക്കണം. പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേക ഡയറ്റ് നിങ്ങൾ അത് ഫോളോ ചെയ്യണം, പ്രത്യേക ഭക്ഷണം. പ്ലീസ് ഫോളോ ദ സ്പെസിഫിക് ഡയറ്റ് ഗിവൺ ടു യു. പ്ലീസ് ഫോളോ ദ സ്പെസിഫിക് ഡയറ്റ് ഗിവൺ ടു യു. നിങ്ങൾ ഭാരമേറിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ പൊക്കരുത്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. പ്ലീസ് അവോയ്ഡ് ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്. നിങ്ങളുടെ മരുന്നിൻ്റെ രേഖകളൊക്കെ ഉണ്ടല്ലോ, മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. പ്ലീസ് കീപ്പ് എ റെക്കോർഡ് ഓഫ് യുവർ മെഡിക്കേഷൻ. പ്ലീസ് കീപ്പ് എ റെക്കോർഡ് ഓഫ് യുവർ മെഡിക്കേഷൻ. നിങ്ങൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കണം. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. സാധാരണ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. പ്ലീസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് സംസാരിക്കണം, ഡോക്ടറുമായിട്ട് ബന്ധപ്പെടണം. പ്ലീസ് കോൺടാക്ട് യുവർ ഡോക്ടർ ഇഫ് യു ഹാവ് എനി കൺസേൺസ്. പ്ലീസ് കോൺടാക്ട് യുവർ ഡോക്ടർ ഇഫ് യു ഹാവ് എനി കൺസേൺസ്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വിശ്രമിക്കുക. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. പ്ലീസ് റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ നമ്മൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യമില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതാണ്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അങ്ങനെയാണ് ഏത് ഭാഷയും പഠിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കുറിപ്പിൽ ഒരു പേപ്പറിൽ ഇത് എഴുതി എപ്പോഴും പോക്കറ്റിലിടുക. നമ്മൾ ഏകദേശം ഒരു 200ഓളം വാക്യങ്ങളാണ് പഠിച്ചത്. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ളതെന്നാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.